ഹലോ നമസ്കാരം. റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള നാടൻ പലഹാരമാണ്. അരിയുണ്ടയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പി നോക്കാം. അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മട്ട അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ അരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അരി നമ്മൾ കഴുകിയെടുത്തത് കൊണ്ട് ഇതിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി അരി പൊട്ടി വരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അരി ഒന്ന് ബ്രൗൺ കളറായി വരും. അതുവരെ വേണം നമ്മൾ ഈ അരി വറുത്തെടുക്കാൻ. നമ്മുടെ അരി വറുത്തിട്ട് ഇപ്പോൾ ഇതേപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെയാണ് നമ്മൾ വറുക്കേണ്ടത്. പിന്നെ വറുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അരി കരിഞ്ഞു പോകും. ഇതേപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അരി വറുത്ത് മാറ്റിയ ശേഷം ഈ സെയിം പാനിലേക്ക് ഒരു 20 കാഷ്യൂനട്ട് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, നിർബന്ധമില്ല കാഷ്യൂനട്ട് ചേർക്കണം എന്നുള്ളത്, ഓപ്ഷനിലാണ്. ഒന്ന് വറുത്തെടുത്താൽ മതി. 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കാഷ്യൂനട്ട് എടുത്ത് മാറ്റാം. ഇനി വറുത്തെടുത്ത കാഷ്യൂനട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. നമ്മൾ അരിയുണ്ട കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ടിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു വലിയൊരു അച്ച് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് ചിരവേ തേങ്ങ. ശർക്കരയും തേങ്ങയും കൂടി ആയി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ജീരകത്തിൻ്റെയോ ഏലക്കായൻ്റെയോ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ജീരകത്തിൻ്റെയോ ഏലക്കായൻ്റെയോ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേറെ ഫ്ലേവറൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പകുതി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ബാക്കിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മധുരം ഞാനിപ്പം പാകത്തിനാണ് ഒരു വലിയൊരു അച്ച് ശർക്കര ചേർത്തിട്ടുള്ളത്. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ എത്ര വലിയ അരിയുണ്ടയാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ചിട്ട് 12 അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.